ശരി, ശ്രീമതി റബേക്ക ജോസഫ്, അജി എന്ന് പറയുന്നയാളുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നാം ഇന്ന് കണ്ടതാണ് ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള അയാളുടെ ഓട്ടം, അല്ലേ? കാൽ വഴുതി വീഴുകയാണ് ആ ടൈലുകളുടെ മീതെ. അതല്ലെങ്കിൽ ഒരുപക്ഷെ രക്ഷപ്പെട്ടു പോകുമായിരുന്നു. പരിഭ്രാന്തി കാരണമാണ് അങ്ങനെ സംഭവിച്ചു പോകുന്നത്. എന്നിട്ടൊരു വീട്ടുമുറ്റത്തിട്ട് ചവിട്ടിക്കൊല്ലുകയാണ് രാന ഒരു സാധാരണ മനുഷ്യനെ. എത്ര മൃഗസ്നേഹമുണ്ടെങ്കിലും മനുഷ്യൻ്റെ ജീവൻ നഷ്ടമാകുന്നുവെങ്കിൽ നാം എടുക്കേണ്ട കരുതൽ എന്താണ്? ആദ്യം തന്നെ കുടുംബത്തോടുള്ള എല്ലാവിധ അനുശോചനവും അറിയിക്കുന്നു. കാരണം ഒരു മനുഷ്യൻ മരണപ്പെട്ടാലും മൃഗസ്നേഹികൾ, ഒരു യഥാർത്ഥ മൃഗസ്നേഹിക്ക് മനുഷ്യനോടും കരുണയുള്ളവർ തന്നെയാണ്. കാരണം ആ കുടുംബത്തോടുള്ള ദുഃഖം അതിയായ രീതിയിൽ രേഖപ്പെടുത്തുന്നു. അതിനൊരു മാറ്റവുമില്ല. പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മുടെ വനം വകുപ്പ് ചിന്തിക്കേണ്ടതായുണ്ട്. 4 ദിവസം മുമ്പ് വരെ CCF പ്രതിനിധി ദിവ്യ മാഡം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ് ഈ ആനയെ ട്രാക്ക് ചെയ്യുന്നുണ്ടെന്ന്. ഇത്രയധികം ട്രാക്ക് ചെയ്യുന്ന ഒരു ആന, അതായത് റേഡിയോ കോളർ ഘടിപ്പിച്ചിട്ടുള്ള ഒരു ആനയുടെ സിഗ്നലുകൾ എന്തുകൊണ്ട് കൃത്യമായി വനം വകുപ്പ് നിരീക്ഷിച്ചില്ല? അതാണ് ഞങ്ങൾ മൃഗസ്നേഹികളുടെയും ചോദ്യം. അല്ല, കർണാടക കൊടുത്തില്ല എന്നാണ് പറയുന്നത്. കർണാടക വളരെ ക്ലിയർ ആയിട്ട് അതിന്റെ ലോഗിൻ ഐഡിയും പാസ്വേഡും കൊടുത്തിരുന്നു. ആ ലോഗിൻ ഐഡിയും പാസ്വേഡും മാത്രം മതി അതിനെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ വേണ്ടി. ഒറ്റ സെക്കൻഡ് ശ്രീ പി വി സഹദേവൻ, ഞാൻ അങ്ങയിലേക്ക് വരാം. ഒറ്റ സെക്കൻഡ് ശ്രീ പി വി സഹദേവൻ, പാസ്വേഡും ഈ പറഞ്ഞ ലോഗിൻ ഐഡിയും എല്ലാം കൊടുത്തു എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ പാസ്വേഡും ലോഗിൻ ഐഡിയും കൊടുത്തില്ല എന്നാണ് ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം. അതിലെന്തെങ്കിലും പെശകുണ്ടെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ കർശനമായ നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഈ കാര്യത്തിൽ ഞങ്ങൾ തീർത്തും കുടുംബാംഗങ്ങളോടും ഈ പ്രതിഷേധിക്കുന്ന നാട്ടുകാരോടൊപ്പമാണ്. കുടുംബത്തിനോടൊപ്പം ഏതൊക്കെ വാഗ്ദാനങ്ങൾ നൽകി ഏത് രൂപത്തിലാണ് പ്രതികരിച്ചെന്ന വശത്തേക്ക് വരാം. ശരി, ഞാൻ അങ്ങനെയൊക്കെ തിരികെ എത്താം. റബേക്ക ജോസഫ്, നിങ്ങൾക്ക് എവിടെ നിന്നുള്ള വിവരമാണ്? ഇപ്പോൾ സർക്കാരുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ശ്രീ സഹദേവൻ പറയുന്നത്. അപ്പോൾ അത് ഔദ്യോഗികമായ ഒരു രേഖയുടെ പിൻബലത്തോടെയാകും അദ്ദേഹം സംസാരിക്കുന്നത്. താങ്കൾ പറയുന്ന സാധ്യത തള്ളിക്കളയുന്നില്ല. അങ്ങനെയാണെങ്കിൽ അത് വനം വകുപ്പിലെ ഏതെങ്കിലും ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചതാകാം എന്നതാണ് ശ്രീ സഹദേവൻ പറയുന്നത്. നിങ്ങളുടെ വിവരത്തിന്റെ ആധികാരികത എന്താണ്? CCFന്റെ പ്രതിനിധി ദിവ്യ മാഡം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. 4 ദിവസം മുമ്പ് നിങ്ങൾ 7-ാം തീയതിയിലെ 24 ന്യൂസിന്റെ റെക്കോർഡ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ദിവ്യ മാഡം ഈ പറയുന്ന മോഴയാനയുടെ കൃത്യമായിട്ട് സിഗ്നൽ ട്രാക്ക് ചെയ്യുന്നുണ്ട്. യാതൊരു വിധത്തിലും ഭയപ്പെടേണ്ട ആവശ്യകതയില്ല എന്ന് നിങ്ങളുടെ 7-ാം തീയതിയിലെ റെക്കോർഡ് നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അത് ഞാനായിട്ട് പറയേണ്ട ആവശ്യകതയില്ല. നിങ്ങൾ എല്ലാ ചാനലുകളുടെയും റെക്കോർഡിൽ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻഡ് ആണ്. അല്ല, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് വനം വകുപ്പിന്റെ അധികൃതർ ബന്ധപ്പെടുകയും കർണാടകയോട് പരാതി പറയുകയും ചെയ്തത്? കർണാടക അത് പരിശോധിക്കാമെന്ന് പറഞ്ഞത്? കർണാടക ഗവൺമെന്റ് ഇന്ന് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ടല്ലോ. കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ ലോഗിൻ ഐഡി പാസ്വേഡും കൊടുത്തിരുന്നു എന്ന് ഇന്നത്തെ ന്യൂസിലും അവർ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ ഇവിടെ കേരള ആദ്യഘട്ടത്തിൽ കർണാടക PCCF ആദ്യഘട്ടത്തിൽ പറഞ്ഞത് ഇത് ഇവിടെ നിന്നുള്ള ആനയാണോ അല്ലയോ എന്ന് പോലും അറിയില്ല എന്നായിരുന്നു. കൃത്യമായ ആശയവിനിമയം ഈ ദിവസങ്ങളിൽ നടന്നൊരു കാര്യത്തിലാണ് കേട്ടോ. അപ്പൊ എവിടെയൊക്കെയോ എന്തൊക്കെയോ വിടവുകൾ ഉണ്ട്. താങ്കൾ പറഞ്ഞോളൂ. കിട്ടിയില്ലെന്നാണ്. ആന്റിനെ കിട്ടേണ്ട ആവശ്യകതയില്ല. ഈ ലോഗിൻ ഐഡി പാസ്വേഡ് ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് സിഗ്നലുകൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ദിവ്യ എന്ന് പറഞ്ഞ മാഡം വളരെ ക്ലിയർ ആയി പറയുകയും ചെയ്തിരുന്നു അവർ ട്രാക്ക് ചെയ്യുന്നുണ്ടെന്ന്. എന്തുകൊണ്ട് ട്രാക്ക് ചെയ്തിരുന്നു എന്ന് പറഞ്ഞ ആന ഈ ജനവാസ മേഖലയിലെത്തി? അതിന്റെ ഉത്തരം പറയേണ്ടത് വനംവകുപ്പ് തന്നെയാണ്. വനംവകുപ്പിന് മൃഗത്തിന് എന്തെങ്കിലും സംഭവിച്ചാലും കുഴപ്പമില്ല, മനുഷ്യന് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു വനംവകുപ്പ് ഈ നാട്ടിലുള്ളത്? അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ശരി, ഞാൻ എല്ലാ അതിഥിയിലേക്ക് വരാം. എനിക്ക് 8:30 മുമ്പ് വേഗം ഒരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.